അമ്മയോടൊപ്പം 11-ാം ദിനം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കൊച്ചു കാര്യം മേരി ബ്ലെസ്ഡ് എമംഗ് വുമൺ എന്നുള്ളതാണ്. മറിയം സ്ത്രീകളിൽ അനുഗ്രഹീത. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും, എലിസബത്ത് മറിയത്തെക്കുറിച്ച് പറയുക, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതമെന്ന്. മറിയത്തെ കണ്ടിട്ട് ബാഹ്യമായ ഒന്നിനെ നോക്കിയല്ല എലിസബത്ത് അങ്ങനെ പറയുക, മറിച്ച് ആന്തരിക നയനങ്ങളുടെ പ്രകാശത്തിലാണ് എലിസബത്ത് മറിയത്തെക്കുറിച്ച് അങ്ങനെ പറയുക. അവൾ നടത്തുന്നത് ശരിക്കും ഒരു പ്രവചനമാണ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ഒരു പ്രവചനം. നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. പ്രിയം നിറഞ്ഞവരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിരുന്നു എലിസബത്ത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായ എലിസബത്ത് മറിയത്തെ കണ്ടപ്പോൾ മറിയത്തെയും മറിയത്തിൻ്റെ ഉള്ളിലെ യേശുവിനെയും അനുഭവിക്കാൻ കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയധികം ആളുകളെ കണ്ടുമുട്ടാറുണ്ട്. കണ്ടുമുട്ടുന്ന ആളുകളിലൊക്കെ ഈശ്വര ചൈതന്യം ദർശിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കണ്ടുമുട്ടുന്ന വ്യക്തികളെ അവർ ബാഹ്യമായി മാത്രമല്ല നമ്മൾ കാണുക, മറിച്ച് അവരിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ കൂടി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലും ഈശ്വര ചൈതന്യത്തെ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ. പരിശുദ്ധ കന്യാമറിയം മധ്യസ്ഥം വഹിക്കട്ടെ. ആമേൻ.